എല്ലാവർക്കും ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്വിസ് മാർക്കറ്റേഴ്സ് എന്ന് പറഞ്ഞ എൻ്റെ അക്കാഡമിക്ക് വേണ്ടി ഞാൻ എന്തുകൊണ്ടാണ് ക്ലൗഡ് വൈസ് എന്ന് പറയുന്ന ഹോസ്റ്റിംഗ് പ്ലാറ്റ്ഫോം ചൂസ് ചെയ്തത്. ക്ലൗഡ് വൈസ് ഹോസ്റ്റിംഗ് പ്ലാറ്റ്ഫോമിനെ പറ്റി ഇതിനു മുന്നേ ഒരുപാട് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും എന്തുകൊണ്ടാണ് എൻ്റെ അക്കാഡമിക്ക് ഞാൻ ഈ ഒരു ഹോസ്റ്റിംഗ് പ്ലാറ്റ്ഫോം ചൂസ് ചെയ്തതെന്ന് നിങ്ങൾ അറിയണം. സ്റ്റേ ട്യൂൺ വിത്ത് ദ ഫുൾ വീഡിയോ. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് അക്കാഡമിയാണ് റൺ ചെയ്യുന്നത്. എൻ്റെ വെബ്സൈറ്റിലും അതുപോലെ തന്നെ എൻ്റെ LMSലും ഒരുപാട് സ്റ്റുഡൻസ് ഡെയിലി ലോഗിൻ ചെയ്യുന്ന സാഹചര്യങ്ങളാണ് ഉണ്ടാവാറുള്ളത്. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ എനിക്ക് വേണ്ടത് ജസ്റ്റ് ഒരു ഹോസ്റ്റിംഗ് പാർട്ട്ണറെ അല്ല, എനിക്ക് വേണ്ടത് ഒരു ഗ്രോത്ത് പാർട്ട്ണറെയാണ്. കാരണം വെബ്സൈറ്റ് അല്ലെന്നുണ്ടെങ്കിൽ ഹോസ്റ്റിംഗ് എന്ന് പറയുന്നത് എൻ്റെ ഒരു ഫൗണ്ടേഷനാണ്. ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്ന ബിസിനസ്സുകളായിരിക്കാം മേ ബി നിങ്ങളുടെയും. അങ്ങനെയുള്ളപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്, നിങ്ങളുടെ വെബ്സൈറ്റിനെ സ്കെയിൽ ചെയ്യാനും അതുപോലെ തന്നെ കംപ്ലീറ്റ്ലി കൺട്രോൾ ചെയ്യാനും പെട്ടെന്നൊരു ടെക്നിക്കൽ ഹെൽപ്പുകൾ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിലും ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ക്ലൗഡ് വൈസ് പോലെയുള്ളൊരു പ്ലാറ്റ്ഫോമാണ് വേണ്ടത്. അപ്പോൾ എന്താണ് ക്ലൗഡ് വൈസ് എന്നുള്ളതാണ് ഇനി നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. ക്ലൗഡ് വൈസ് എന്ന് പറയുന്നത് ഒരു മാനേജ്ഡ് ക്ലൗഡ് ഹോസ്റ്റിംഗ് പ്ലാറ്റ്ഫോമാണ്. ഡിജിറ്റൽ ഓഷ്യൻ, AWS, ഗൂഗിൾ ക്ലൗഡ് അങ്ങനെയുള്ള പല മേജർ ക്ലൗഡ് ഹോസ്റ്റിംഗ് പ്ലാറ്റ്ഫോമുകളെയും മാനേജ് ചെയ്യാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സിംഗിൾ സെൻട്രലൈസ്ഡ് പ്ലാറ്റ്ഫോമാണ് ക്ലൗഡ് വൈസ് എന്ന് പറയുന്നത്. നമ്മുടെ വെബ്സൈറ്റിൻ്റെ പെർഫോമൻസ് ഒപ്റ്റിമൈസേഷൻ, സെക്യൂരിറ്റി, ബാക്കപ്പ് അതുപോലെ തന്നെ അതിനെ സ്കെയിൽ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എല്ലാ ഹെൽപ്പുകളും ക്ലൗഡ് വൈസ് പ്ലാറ്റ്ഫോം നമുക്ക് ചെയ്തു തരുന്നു എന്നുള്ളതാണ്. ഏതൊരാൾക്കും വളരെ സിമ്പിളായിട്ട് ഒരു സെർവർ മാനേജ് ചെയ്യാനായിട്ട് സഹായമാവുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ക്ലൗഡ് വൈസ് എന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇത്രയും നാളുകളായിട്ടും ഈ ക്ലൗഡ് വൈസിൽ തന്നെ ഡിപ്പെൻഡബിളായി നിൽക്കുന്നത്. അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത്, സപ്പോസ് നമ്മളുടെ കൂട്ടത്തിൽ പെട്ടെന്ന് ഒരു ഡെവലപ്പറോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു ടെക്നിക്കൽ ഹെൽപ്പോ ഇല്ലെങ്കിൽ പോലും നമുക്ക് തന്നെ വേണമെങ്കിൽ കയറി ഇവരുടെ ടെക്നിക്കൽ ടീമുമായിട്ട് ചാറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് നമ്മുടെ സെർവറിനകത്തുണ്ടാകുന്ന ഇഷ്യൂസിനെ ഫാസ്റ്റായിട്ട് സോൾവ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ഹെൽപ്ഫുൾ ആയിട്ടുള്ള കാര്യം. ഇനി നിങ്ങൾ മനസ്സിലാക്കാൻ പോകുന്നത് ക്ലൗഡ് വൈസ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിൻ്റെ ചില കീ ഫീച്ചേഴ്സാണ്. ഇതൊന്ന് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോളൂ. ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ പിന്നീട് നിങ്ങൾ ഏത് ഹോസ്റ്റിംഗ് പ്ലാറ്റ്ഫോം ചൂസ് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന കാര്യമാണ്. എന്നാൽ ക്ലൗഡ് വൈസ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ചില ബെനിഫിറ്റ്സ് ഞാൻ എടുത്തു പറയാം. അതിലൊന്നാണ് സ്പീഡ് ആൻഡ് പെർഫോമൻസ്. സ്പീഡ് ആൻഡ് പെർഫോമൻസ് എന്തുകൊണ്ട് എടുത്ത് പറയുന്നത് വെച്ചാൽ, ക്ലൗഡ് വൈസ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം ബിൽറ്റ് ഇൻ ക്യാഷിങ്ങിലായതുകൊണ്ട് തന്നെ നമ്മുടെ വെബ്സൈറ്റ് സൂപ്പർ ഫാസ്റ്റിൽ ലോഡ് ചെയ്യാനും അതുപോലെ തന്നെ ചില സമയങ്ങളിൽ നമ്മുടെ വെബ്സൈറ്റിൽ ഹെവി ട്രാഫിക് ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ സ്പീഡിനെയും നമ്മുടെ വെബ്സൈറ്റ് ലോഡിംഗ് സ്പീഡിനെയും നമ്മുടെ വെബ്സൈറ്റിലെ പെർഫോമൻസിനെയും ബാധിക്കുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ടൊരു കാര്യം. രണ്ടാമത്തെ കാര്യം നമ്മുടെ വെബ്സൈറ്റിൻ്റെ സെക്യൂരിറ്റി ഫാക്ടറാണ്. സെക്യൂരിറ്റി ഫാക്ടർ എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ വെബ്സൈറ്റിന് വേണ്ടുന്ന ഫ്രീ SSL സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെയുള്ള ഡെയിലി ബാക്കപ്സ്, ഫയർ വാൾസ്, IP വൈറ്റ് ലിസ്റ്റിംഗ്, അതുപോലെ തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ അക്കാഡമിയിൽ സ്റ്റുഡൻസിൻ്റെ ഡേറ്റ അല്ലെങ്കിൽ സർട്ടിഫിക്കേഷൻസ് ഇതുപോലെയുള്ള ഡേറ്റകളൊക്കെ വരുന്നത് നമുക്ക് മിസ്യൂസ് ആവാതെ അല്ലെന്നുണ്ടെങ്കിൽ ലീക്ക് ആവാതെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട ആവശ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഒരു ട്രസ്റ്റഡ് പാർട്ട്ണർ എനിക്ക് ആവശ്യമാണ്. അവരുടെ സെക്യൂരിറ്റി നല്ല സ്ട്രോങ്ങും ആയിരിക്കണം. അതിന് പറ്റിയ ഏറ്റവും നല്ലൊരു പ്ലാറ്റ്ഫോമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ക്ലൗഡ് വൈസ് എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ മറ്റൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, സ്റ്റാഗിങ് എൻവയോൺമെൻറ്റ് എന്നുള്ളതാണ്. സ്റ്റാഗിങ് എൻവയോൺമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ വെബ്സൈറ്റിൽ നമുക്ക് പുതിയൊരു മാറ്റം കൊണ്ടുവരണം. ഫോർ എക്സാമ്പിൾ, നമുക്കൊരു പുതിയ പ്ലഗിൻ ക്രിയേറ്റ് ചെയ്യണം അല്ലെങ്കിൽ പുതിയൊരു ലാൻഡിംഗ് പേജ് ക്രിയേറ്റ് ചെയ്യണം. ഇപ്പോൾ ഉള്ള പ്രധാന സൈറ്റിൽ ഇട്ട് തന്നെ അത് ചെയ്യണോ, അത് എങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും, ഇത് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം. ഇതിനൊക്കെ നമുക്കൊരു സ്റ്റാഗിങ് എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ക്ലൗഡ് വൈസ് പ്ലാറ്റ്ഫോമിൽ തന്നെയുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ മെയിൻ സൈറ്റിനെ എഫക്റ്റ് ചെയ്യാത്ത രീതിയിൽ നമുക്ക് പല കാര്യങ്ങളും ചെയ്ത് കറക്റ്റ് ചെയ്യാനായിട്ടുള്ള സൗകര്യം ക്ലൗഡ് വൈസ് പ്ലാറ്റ്ഫോമിലുണ്ട് എന്നുള്ളതാണ്. നാലാമത്തെ കാര്യം സ്കെയിലബിലിറ്റിയാണ്. സ്കെയിലബിലിറ്റിയെ പറ്റി ഞാൻ എടുത്തു പറയുന്നതിൻ്റെ കാര്യം, ചില സമയങ്ങളിൽ നമ്മൾ പ്രൊമോഷൻസ് കണ്ടക്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ഇൻസ്റ്റഗ്രാം റീൽ വൈറലാകുമ്പോൾ, അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വെബിനാഴ്സ് കണ്ടക്ട് ചെയ്യുമ്പോൾ, ഈ ഒരു സമയങ്ങളിലൊക്കെ നമ്മുടെ വെബ്സൈറ്റിലേക്ക് ട്രാഫിക് കൂടുതലായിട്ട് വരാനുള്ള ചാൻസസ് ഉണ്ട്. ഈ സാഹചര്യത്തിൽ നമ്മുടെ വെബ്സൈറ്റ് ഡൗൺ ആവാതിരിക്കാനായിട്ട് നമുക്ക് ഡാഷ്ബോർഡിൽ ലോഗിൻ ചെയ്ത് ജസ്റ്റ് ക്ലിക്കിൽ നമ്മുടെ വെബ്സൈറ്റിനെ ഒന്ന് സ്കെയിൽ ചെയ്ത് അതിനെ ഇപ്പോഴുള്ള സ്റ്റോറേജിൽ നിന്ന് നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് തന്നെ കൂട്ടിയെടുക്കാനുള്ള സൗകര്യങ്ങൾ ക്ലൗഡ് വൈസ് പ്ലാറ്റ്ഫോമിൽ ഉണ്ടെന്നുള്ളതാണ്. അഞ്ചാമത്തെ കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ടീം കൊളാബറേഷനാണ്. നമ്മൾ സാധാരണ നമ്മളിങ്ങനെ ഒരു പ്ലാറ്റ്ഫോം മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് മാർക്കറ്റേഴ്സ് ഉണ്ടാവും, അതുപോലെ തന്നെ ഡിസൈനേഴ്സ് ഉണ്ടാവും, വെബ് ഡെവലപ്പേഴ്സ് ഉണ്ടാവും. അപ്പം നമുക്ക് ഇവരെയൊക്കെ നമ്മളുടെ ഈ ഒരു ക്ലൗഡ് ഹോസ്റ്റിംഗ് പ്ലാറ്റ്ഫോമിലേക്ക് നമ്മൾ സാധാരണ മാനേജർ അക്സസ് ഒക്കെ കൊടുക്കുന്നത് പോലെ നമ്മുടെ ഫേസ്ബുക്ക് പേജൊക്കെ ഹാൻഡിൽ ചെയ്യുമ്പോൾ നമ്മൾ നമ്മുടെ സ്റ്റാഫിനെ ഹാൻഡിൽ ചെയ്യാൻ കൊടുക്കുന്നത് പോലെ തന്നെ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നമുക്ക് നമ്മുടെ മാനേജേഴ്സിനെയും നമ്മുടെ ടീംമേറ്റ്സിനെയും ഒക്കെ ഇതിനകത്ത് ഉൾക്കൊള്ളിക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും ലോഗിൻ ചെയ്തില്ലെങ്കിലും നമ്മുടെ വെബ് ഡെവലപ്മെൻറ്റ് കമ്പനിയുടെ അടുത്ത് വേണമെങ്കിൽ പോലും നമ്മൾ ആക്സസ് കൊടുത്തിട്ട് കറക്റ്റായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറയാം. ഭാവിയിൽ ഇത് നമുക്ക് തിരിച്ചെടുക്കാനും അല്ലെങ്കിൽ ഈ സ്റ്റാഫ് പിരിഞ്ഞു പോയാലും ഇതിൻ്റെ കൺട്രോളും സെക്യൂരിറ്റിയും എല്ലാം നമ്മളുടെ കയ്യിൽ തന്നെ ആയിരിക്കും.
ഇവരെ നമുക്ക് നമ്മുടെ ഡാഷ്ബോർഡിൽ നിന്ന് റിമൂവ് ചെയ്താൽ മതിയാവും. മെയിൻ കാര്യം ഇതിൻ്റെ സപ്പോർട്ട് തന്നെയാണ്. 24/7 സപ്പോർട്ടാണുള്ളത്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ രാത്രി സമയങ്ങളിലൊക്കെയാണ് നമ്മുടെ വെബ്സൈറ്റിൽ ഒരു ടെക്നിക്കൽ ഗ്ലിച്ചോ അല്ലെന്നുണ്ടെങ്കിൽ വെബ്സൈറ്റ് ഡൗൺ ആവുകയൊക്കെ ചെയ്യുന്നതെങ്കിൽ നമുക്ക് മേ ബി ഒരുപാട് നോട്ടിഫിക്കേഷൻസ് നമ്മളെ അറിയാവുന്നവർ ചിലപ്പോൾ അയച്ചു തരും, വെബ്സൈറ്റ് ഡൗൺ ആണല്ലോ. എന്നെ സംബന്ധിച്ചിടത്തോളം GCC കൺട്രീസിലും അല്ലാന്നുണ്ടെങ്കിൽ യൂറോപ്യൻ കൺട്രീസിലും ഒക്കെ ഇരുന്ന് എൻ്റെ കോഴ്സസ് കാണുന്ന സ്റ്റുഡൻസ് ചില സമയങ്ങളിൽ സൈറ്റ് ലോഡ് ചെയ്യുമ്പോഴത്തേക്കും എന്തെങ്കിലും കാരണവശാൽ സൈറ്റ് ഡൗൺ ആണെന്നുണ്ടെങ്കിൽ വെബ്സൈറ്റ് നോട്ട് ലോഡിംഗ് എന്നൊക്കെയുള്ള സ്ക്രീൻഷോട്ട് അവർ എൻ്റെ ഗ്രൂപ്പിലേക്ക് ഇടാറുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇടുന്ന സമയത്ത് എനിക്ക് ആ സമയത്ത് ചിലപ്പോൾ ആരെയും വിളിക്കാനോ എൻ്റെ സ്റ്റാഫുകളെ വിളിക്കാനോ പറ്റിയെന്ന് വരത്തില്ല. ഈ സാഹചര്യത്തിൽ എനിക്ക് തന്നെ ലോഗിൻ ചെയ്തിട്ട് അതിനകത്ത് ഇവരുടെ ടെക്നിക്കൽ ടീമുമായിട്ട് ചാറ്റ് ചെയ്ത് സോൾവ് ചെയ്യാനോ അല്ലെങ്കിൽ എനിക്ക് തന്നെ സോൾവ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ അവിടെ തന്നെ നോട്ടിഫിക്കേഷൻസ് കാണും, അതിൽ ക്ലിക്ക് ചെയ്ത് എനിക്ക് ക്ലിയർ ചെയ്യാവുന്നതുമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ എപ്പോഴും നമുക്ക് ആവശ്യമാണ്. നമ്മളൊരു ഓൺലൈൻ ബേസ് ചെയ്തിട്ടുള്ളൊരു ബിസിനസ് ചെയ്യുമ്പോഴും ഇനിയുള്ള കാലത്തുള്ള എല്ലാ ബിസിനസ്സുകളും ഓൺലൈൻ ബേസിലുള്ളതാണെങ്കിൽ പോലും അവരവരുടെ വെബ്സൈറ്റും അതുപോലെ ഇ-കൊമേഴ്സ് വെബ്സൈറ്റുകളുമൊക്കെ അതിൻ്റെ സെക്യൂരിറ്റി പെർഫോമൻസിലൊക്കെ വലിയ രീതിയിൽ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഫീച്ചേഴ്സിനെ പറ്റി ഞാൻ എടുത്തു പറഞ്ഞത്. ഇത്രയും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞപ്പോൾ ഇതിൽ ഒരുപാട് ടെക്നിക്കൽ ഹെൽപ്പുകൾ ആവശ്യമുള്ളതാണോ, നിങ്ങളെ കൊണ്ട് ചെയ്യാൻ സാധിക്കുമോ എന്നൊക്കെയുള്ള ചിന്തകളുണ്ടാവും. ഓഫ് കോഴ്സ് എല്ലാ പ്ലാറ്റ്ഫോമുകൾക്കും അതിൻ്റേതായിട്ടുള്ളൊരു ലേണിംഗ് കർവ് ഉണ്ടാവും. എന്നെ സംബന്ധിച്ചിടത്തോളം ആദ്യം ഈ ഒരു പ്ലാറ്റ്ഫോം ഉപയോഗിച്ചിരുന്ന എൻ്റെ വെബ് ഡെവലപ്പേഴ്സിൻ്റെ അടുത്ത് ചോദിച്ചും മനസ്സിലാക്കിയും ഒക്കെയാണ് ഞാൻ ഈ ഒരു പ്ലാറ്റ്ഫോമിനെ പറ്റി കൂടുതലായിട്ട് അറിയാനും പഠിക്കാനും ഒക്കെ സാധിച്ചത്. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യാനും പിന്നെയുള്ള യൂട്യൂബ് വീഡിയോസിലൂടെയും ഇവരുടെ തന്നെ വെബ്സൈറ്റിലുള്ള ഫോറത്തിലൂടെയും ഇവരുടെ തന്നെ ട്യൂട്ടോറിയൽസിലൂടെയും ട്രെയിനിങ്സിലൂടെയൊക്കെ ഞാൻ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തു. അത് ഞാനൊരു വെബ് ഡെവലപ്പർ ആയതുകൊണ്ടോ വെബ് ഡിസൈനർ ആയതുകൊണ്ടോ ഒന്നുമല്ല. ഞാൻ വെബ് ഡെവലപ്പറും അല്ല, ഞാൻ വെബ് ഡിസൈനറും അല്ല. പക്ഷേ ഞാനൊരു കമ്പനി ഓണറാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ബിസിനസ് ഓൺലൈനിൽ റൺ ചെയ്യുന്നൊരു ബിസിനസ്സാണ്. ഇതുപോലെ ഒരു ബിസിനസ്സിനെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടുന്ന ബേസിക് ആയിട്ടുള്ള ചില കാര്യങ്ങളും അതുപോലെ തന്നെ അതിനകത്ത് ഞാനായിട്ട് മനസ്സിലാക്കി വെക്കേണ്ട ചില ഒരാളുടെ സഹായം ഇല്ലെങ്കിൽ പോലും നമുക്ക് ചെയ്തു വെക്കേണ്ട ചില കാര്യങ്ങൾ പഠിക്കുകയൊക്കെ ചെയ്തില്ല. നമ്മൾ സാധാരണ വീട്ടിലിപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ അത്യാവശ്യം എല്ലാ കാര്യങ്ങളും ഒന്നും ചെയ്യത്തില്ലെങ്കിലും ചില കാര്യങ്ങളൊക്കെ നമ്മളും ചെയ്യാനായിട്ട് അറിഞ്ഞിരിക്കത്തില്ലേ എന്ന് പറഞ്ഞതുപോലെ ചില കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു പ്ലാറ്റ്ഫോമാണ് ക്ലൗഡ് വേസ്. മറ്റുള്ള പ്ലാറ്റ്ഫോമുകളൊക്കെ ഞാൻ നോക്കിയിരുന്നു, കുറച്ചുകൂടെ ടെക്നിക്കലി ഒരുപാട് കാര്യങ്ങളിലേക്ക് പോകുന്നുണ്ട്. പക്ഷേ ഇവിടെ കുറച്ചുകൂടെ സിമ്പിൾ ആൻഡ് ഈസി ഡാഷ്ബോർഡ്സ് ആണ്. നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്ത് 3 ദിവസത്തെ ട്രയലൊക്കെ ഉണ്ട്, നിങ്ങൾക്ക് ട്രൈ ചെയ്തൊന്ന് ഉപയോഗിച്ച് നോക്കാവുന്നതാണ്. എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് നിങ്ങളുടെ ബിസിനസ്സിനെ കംപ്ലീറ്റ്ലി ഇതിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാനായിട്ടുള്ള പോസിബിലിറ്റീസൊക്കെ ക്ലൗഡ് വേസ് ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ കൂടുതലായിട്ട് ഇതിനെപ്പറ്റി എന്തെങ്കിലും ചെയ്ത് മനസ്സിലാക്കി പഠിക്കണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഇതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്ക് വഴി നിങ്ങൾക്ക് പോകാം. എൻ്റെ ഒരു കൂപ്പൺ കോഡും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് 3 ദിവസത്തേക്ക് ഫ്രീ ആയിട്ട് നിങ്ങളുടെ ഈ ഒരു ട്രയൽ പീരീഡിൽ ഒരു പേയ്മെൻറ്റ് പോലും കൊടുക്കാതെ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് എങ്ങനെയാണ് ക്ലൗഡ് വേസ് പ്ലാറ്റ്ഫോം പെർഫോം ചെയ്യുന്നതെന്നുള്ളത്. ഇതിനെപ്പറ്റിയുള്ള ഒരുപാട് വീഡിയോകൾ ഞാൻ എൻ്റെ ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പുതിയൊരു സെർവർ ആഡ് ചെയ്യുന്നതും അതുപോലെ തന്നെ ഒരു വെബ്സൈറ്റ് ഹോസ്റ്റ് ചെയ്യുന്നതുമൊക്കെ ഈ ഒരു ചാനലിൽ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കി കാണാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ സ്റ്റോപ്പ് ചെയ്യുന്നു. വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബൈ, സുബിൻ.